നമസ്കാരം. കാലം പിറകിലോട്ട് ചലിക്കാറില്ല. കാലത്തിൻ്റെ ചൈത്രയാത്രയ്ക്കൊപ്പം നാം സഞ്ചരിച്ചില്ലെങ്കിൽ നാം നിന്നിടത്ത് തന്നെ ബാക്കിയാകും. പ്രസിദ്ധമായ ഈ വാക്കുകൾ ശ്രീ ശിവറാം കാറന്തിൻ്റെതാണ്. 400-ലേറെ കൃതികളുടെ കർത്താവാണ് അദ്ദേഹം. ഉന്നതകുലജാതനായ ശ്രീ ശിവറാം കാറന്തിൻ്റെ ചോമനദുടി എന്ന ഒരൊറ്റ നോവൽ മതി അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. സമൂഹത്തിലെ അധകൃതനായ ചോമൻ എന്ന ആദിവാസിയുടെ ജീവിതത്തിൻ്റെ കഥ പറയുന്ന ആ നോവലിലൂടെ അന്നത്തെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ വരച്ചുകാട്ടുകയായിരുന്നു അദ്ദേഹം. ഈ കൃതിയെ അടിസ്ഥാനമാക്കി BV കാറന്ത് സംവിധാനം ചെയ്ത സിനിമയാണ് ചോമനദുടി. അന്താരാഷ്ട്ര സിനിമാ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാന്തരം ക്ലാസിക് ചിത്രമായിരുന്നു ചോമനദുടി. ആരാധകർ എന്നും ഓർക്കുന്ന സിനിമയാണിത്. 1975 അന്താരാഷ്ട്ര സിനിമാ അവാർഡ് നേടിയ ഈ ചിത്രം സ്വർണ്ണകമലം അവാർഡ് അടക്കം അനേകം അവാർഡുകൾ വാരിക്കൂട്ടിയ കലാസൃഷ്ടിയാണ്. 1902 ഉഡുപ്പി ജില്ലയിൽ കോട്ട എന്ന ഗ്രാമത്തിൽ ശേഷകാന്തരുടെയും ലക്ഷ്മികാന്തയുടെയും 4ാമത്തെ മകനായി ജനിച്ച അദ്ദേഹം കന്നഡ സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ വിലയിരുത്തി കർണാടക സർക്കാർ പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 8 വിശ്വവിദ്യാലയങ്ങൾ ഡോക്ടറേറ്റ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മൂകഞ്ചിയ കനസുകളു കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിയ കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ മൂകഞ്ചിയ ಕನಸುಗಳು, ಚೋಮನದುಡಿ, ಮರಳಿಮಣ್ಣಿಗೆ, ಪೆಟ್ಟದ ಜೀವ, ಅಳಿದ ಮೇಲೆ, ಮೈ ಮನಸ್ಸುಗಳು, ಸುಳಿಯಲ್ಲಿ, ಹುಚ್ಚು ಮನಸ್ಸಿನ ಹೊತ್ತು, കഥകളു, യക്ഷഗാന ബയലാട്ട, മൈമാനത സുളിയല്ലി, അനേകം നാടകങ്ങൾ, ബാലസാഹിത്യം എന്നുവേണ്ട അദ്ദേഹം കൈവയ്ക്കാത്ത സാഹിത്യശാഖയില്ല എന്നതാണ് സത്യം. ആട് തിന്നാത്ത ഇലകളില്ല, ശിവറാം കൈവയ്ക്കാത്ത സാഹിത്യ മേഖലയില്ല എന്നൊരു ചൊല്ല് തന്നെ കന്നഡ സാഹിത്യ ലോകത്ത് നിലവിലുണ്ട്. കന്നഡ സാഹിത്യ ലോകത്ത് മുടിചൂടാ മന്നനായിരുന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിലധികവും രചന നിർവഹിച്ചത് പുത്തൂർ പർലടുക്ക എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബാലവന എന്ന പേരിലറിയപ്പെടുന്ന ഗൃഹത്തിൽ വെച്ചാണ്. ഈ ഗൃഹം കർണാടക സർക്കാർ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പരിപാലിച്ചു വരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ഈ ഗൃഹത്തിനോടനുബന്ധിച്ച് ഓപ്പൺ തിയേറ്റർ, മ്യൂസിയം, റീഡിംഗ് റൂം, നീന്തൽക്കുളം, കുട്ടികളുടെ പാർക്ക് തുടങ്ങിയവയും ഇവിടെയുണ്ട്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം കുട്ടികൾക്കായി നിർമ്മിച്ചതാണ് ബാലവനം എന്ന പേരിലറിയപ്പെടുന്ന പാർക്ക്.
ശിവറാം കാറന്തിനെക്കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു അറിവ് പകരാൻ ഈ ഉദ്യമം ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ചിത്രാഞ്ജലി ആർട്സിനൊപ്പം ജിഷ ജയരാജ്. നന്ദി, നമസ്കാരം.